ഹായ്, ഞാൻ ജോസഫ്. ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില വീഡിയോസിൽ നമ്മൾ കാൻഡിൽ എന്താണ്, അതോടൊപ്പം തന്നെ കാൻഡിലിൻ്റെ ബോഡി സൈസ് അല്ലെങ്കിൽ ടൈൽസ്, അതോടൊപ്പം തന്നെ ഡോജി കാൻഡിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാൻഡിൽസ് ആണ്. ഒന്ന് മോർണിംഗ് സ്റ്റാർ, രണ്ട് ഈവനിങ് സ്റ്റാർ ആണ്. അപ്പോൾ ഈ കാൻഡിലിന്റെ പ്രത്യേകത, നമുക്ക് മോർണിംഗ് സ്റ്റാറിനെ പറയുവാണെങ്കിൽ അവിടെ 3 കാൻഡിൽസ് ആണ് ഉള്ളത്. ഒന്ന് മാർക്കറ്റ് ട്രെൻഡ് ബിയറിഷ് ട്രെൻഡ് ആണ്. അപ്പോൾ അത് സെല്ലേഴ്സ് കൺട്രോൾ ഓഫ് മാർക്കറ്റ് താഴത്തേക്ക് സെല് ചെയ്ത് പുഷ് ചെയ്ത് മാർക്കറ്റിലേക്ക് താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടതിന് ശേഷം രണ്ടാമത്തെ സെക്കൻഡ് കാൻഡിൽ, അതൊരു കാൻഡിൽ ചെറുതാണ്. അപ്പോൾ ഒരു ചെറിയ കാൻഡിൽ അവിടെ ഒരു ബയർ സെല്ലെന്നും അവിടെ ഒരു ഇൻഡിസിഷൻ പീരീഡ് ആണ്. ചിലപ്പോൾ ഒരു ഡോജി കാൻഡിലാകാം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷോ ബിയറിഷ് കാൻഡിലാകാം. തേർഡ് കാൻഡിൽ അത് മെയിൻ കാൻഡിലാണ്, ബുള്ളിഷ് കാൻഡിലാണ്. ഈ ബുള്ളിഷ് കാൻഡിൽ എപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദി കാൻഡിലിന്റെ മേളിലായിരിക്കും ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമുക്കൊരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ സപ്പോർട്ട് ലെവലിൽ ഈ കാൻഡിൽ രൂപപ്പെടുവാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇവിടെ മാർക്കറ്റിനെ സെല്ലേഴ്സ് ഫോഴ്സ് ഉപയോഗിച്ച് താഴത്തേക്ക് കൊണ്ടുവരികയും അവിടെ ഇൻഡിസിൻ ഡോജി കാൻഡിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ കാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ചില ബയർ സെല്ലറിനും ഒരു പവർ ഇല്ലാത്ത രീതിയിലും തേർഡ് കാൻഡില് ബയേഴ്സ് പവർഫുൾ ആയിട്ട് വന്ന് സെല്ലറിനെ ഓവർകം ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പുഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുള്ളത് ഒരു ബോട്ടം ലെവലിൽ അല്ലെങ്കിൽ സപ്പോർട്ടർ ലെവലിലാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മോർണിംഗ് സ്റ്റാർ കാൻഡിലാണ്. അപ്പോൾ ഈ കാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ടർ റെസിസ്റ്റൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാൻഡിൽ കാണുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ സെല്ലിംഗ് പൊസിഷൻ ആണെങ്കിൽ ബുക്ക് ചെയ്ത് മാറുകയോ, അല്ലെങ്കിൽ ആ സെക്കൻഡ് ബൈങ് പൊസിഷൻ എടുക്കാനും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈവനിങ് സ്റ്റാർ ആണ്. മോർണിംഗ് സ്റ്റാർ കാൻഡിലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈവനിങ് സ്റ്റാർ കാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ചില ഒരു മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, ബയേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് കൊണ്ടുപോവുകയും മേളിൽ റെസിസ്റ്റൻസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റിൽ ട്രെൻഡ് റിവേഴ്സൽ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ ഒരു ചെറിയ കാൻഡിൽ, സെക്കൻഡ് കാൻഡിൽ ഒരു ചെറിയ ബുള്ളിഷോ ബിയർഷോ സ്മോൾ കാൻഡിൽ അല്ലെങ്കിൽ ഡോജി കാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. തേർഡ് കാൻഡിൽ മാർക്കറ്റിലെ സെല്ലേഴ്സ് ഡബിൾ ഫോഴ്സിൽ വരികയും ബയേഴ്സിൻ്റെ ആ പവറിനെ ഓവർകം ചെയ്ത് മാർക്കറ്റിൽ പുഷ് ചെയ്ത് താഴത്തേക്ക് വലിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തേർഡ് കാൻഡിലെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ കാൻഡിൽ സെല്ലേഴ്സ് പവർഫുൾ ആയിട്ട് വരികയും മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ചില റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റിനെ ടേൺ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ ഒരു റിവേഴ്സൽ ട്രെൻഡിൽ നമുക്ക് ചെയ്യാൻ ചെയ്യിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ടൈമിൽ ഈവൻ സ്റ്റാൻഡിലെ സമയത്താണെങ്കിൽ നമുക്ക് ബൈങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സെല്ലിംഗ് പൊസിഷനിലേക്ക് മാർക്കറ്റ് റിവേഴ്സായി എന്നുള്ള ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാൻഡിൽ വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിത് ഈ കാൻഡിൽസ് എല്ലാം കവർ ചെയ്യുമ്പോൾ മാക്സിമം നമുക്കൊരു ഫുൾ ഒരു ട്രേഡറായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കാണുമ്പോൾ ആ കാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.